നല്ല അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. നല്ല കളർ അമ്മക്കോഴിയാണ്. കുഞ്ഞുങ്ങളും പുള്ളിയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ചെറിയ നേരിയ പുള്ളിയാണ് ഇതിലൊക്കെ വരിക. ഇത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാണ്, ആറ്റിങ്ങൽ അടുത്ത്. അതില്ല, അപ്പം ഇന്ന് രാവിലെ ഒരു 9:30 മണി സമയത്ത് ഇവിടുന്ന് കയറിപ്പോയി. ഏകദേശം അവിടെ തന്നെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഇരിക്കുന്ന ടീം തന്നെ ഉണ്ടാവുക. കുഞ്ഞുങ്ങളായാലും അമ്മക്കോഴിയായാലും അവിടെ ഇരിക്കുന്നവർ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പം ഇന്നലെ നമ്മൾ കൊടുത്ത് ആലപ്പുഴ ചേർത്തലയിൽ കൊടുത്ത്, കൊല്ലത്ത് കൊടുത്ത് കല്ലുന്തായം, അതേമാതിരി എറണാകുളം കൊടുത്ത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് സാധനം കയറ്റി വിട്ടിന് ഓലെ കയ്യിൽ കിട്ടീന്. അപ്പോൾ അതുപോലുള്ളതൊക്കെ നമ്മൾ ഓരോ ഐറ്റംസിൽ കൊടുക്കുന്നുണ്ട്. ഇന്നലെ കൊടുത്തൊക്കെ കൂടുതലും ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ലൈനേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ മുന്നൊക്കെ വീഡിയോ അങ്ങനെ ഇട്ടിന് എങ്ങനെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ കണ്ടുനോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വേറിട്ട് ചെയ്യുന്നതിനാകുമ്പോൾ ലൈനേജ് ടൈപ്പിനൊക്കെ റേറ്റ് കൂടും, പുള്ളിക്ക് റേറ്റ് കൂടും. പിന്നെ മൊത്തത്തിൽ മിക്സായിട്ട് വരുന്ന ലൈനേജ് പുള്ളിയൊക്കെ ഉണ്ടാവും, അത് പ്രത്യേകിച്ച് റേറ്റ് കൂടില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ തന്നെ കുറച്ച് ലൈനേജും കുറച്ച് സാധ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും, നമ്മൾ ഫ്രീ ആകുമ്പോൾ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ആവശ്യമുള്ളതിൽ മാത്രം മെസ്സേജ് അയക്കുക. കാരണം വെറുതെ അങ്ങനെ എടുക്കാൻ വേണം, പക്ഷേ എന്നാലോ ഇപ്പം എടുക്കാൻ പറ്റില്ല. പിന്നെ അത്ര പൈസ അടയ്ക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കയ്യിനും കുറഞ്ഞ വിലക്ക് കിട്ടണത് നോക്കുക എന്നല്ലേ. കുറഞ്ഞ വിലക്ക് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം എന്നോട് തന്നെ കുറേ ആൾക്കാർ ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തന്നെ ചോദിക്കുന്നത് എത്ര കുറച്ച് കൊടുത്ത് വെക്കുമോ എന്നുള്ളത്. കാരണം ഒരു അമ്മക്കോഴി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സാധാ തന്നെ ഓരോരുത്തർ കൊടുക്കുന്നത് 1400 1500 ലെവലിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിൽ അമ്മക്കോഴി ഇത് നമ്മളെ ഷെഡിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെഡാണ്, അതിൻ്റെ ഫുള്ള് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യേണ്ടത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു തോട് വക്കിനാണ് നമ്മളെ ഷെഡ് വരുന്നത് കേട്ടോ. ഇതില്ലേ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. ഇതുപോലുള്ളതൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ റേറ്റ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഈ കോഴീനെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നല്ല റേറ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഷെഡിൻ്റെ ബാക്ക് ഭാഗമായിട്ട് വരും. അവിടെയും ഇവിടെയും കൊണ്ടുപോയി വെച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട, അതൊക്കെ നമ്മൾ ഷെഡിൻ്റെ പരിസരം തന്നെയാണ്. ഇതിലെ കോഴികൾ ഇതൊക്കെ നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്ന കോഴികൾ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ നടക്കുക ചെയ്യുക. വല കെട്ടുക, തടുത്ത് നിർത്തുക, അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഒക്കെ തനി നാടൻ രീതിയിൽ തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളായാലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ അങ്ങനെ കാണാം. നല്ല നെടുപ്പുള്ള സൈസ് ഒരു അതിഥിയാണ്. വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ മാതിരി ആൾക്കാരുണ്ടാവും. ഇത് പിന്നെ ചേരാണ്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് പെട്ടു പോയതാണ്. അപ്പോൾ അതുപോലെയുള്ള വലിയ ഐറ്റംസൊക്കെ വരുന്നത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ.